7 മണിക്കാ ട്രെയിൻ. സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചോ? എടുത്തു വെച്ചല്ല, ഞാൻ എടുത്ത് തോളയിട്ടാ. ഇതൊക്കെ പിന്നെ കണ്ണാടി ഇറങ്ങുമോ അവന്? ആ പിന്നെ കുളിക്കാൻ പോവോ? ഇപ്പൊ പിന്നെ ആരും പറഞ്ഞു നോക്കിയതോ? ഇത് പിന്നെയും പോയോ? പ്രാർത്ഥിക്കും. അടുത്ത് ഇന്ന് പോകണം. ഫോണും ചാർജറും എല്ലാം എടുത്തേ. കണ്ടോ? ഇങ്ങോട്ടിട്ടേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തങ്ങോട്ട് ഇറങ്ങി പ്രിയങ്ങളെ. 9 മണിക്കാണ് ട്രെയിൻ എന്നാണ് എന്നോട് ഇപ്പോൾ വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വന്ന വഴിക്ക് അപ്പൂനെ അമ്മയും കണ്ടവിടെ നിർത്തിയപ്പോഴാണ് 7 മണിക്കാണ് ട്രെയിൻ എന്നുള്ളത് പറഞ്ഞത്. അപ്പോഴാണ് വിളവ് വീണത് 7 മണിക്കാണെന്നുള്ളത്. ഇവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഇടയ്ക്ക് ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ചെല്ലാൻ പറ്റും. പിന്നെ വേറെ എന്താണ്, ഇങ്ങോട്ട് വന്നിട്ട് 9 മണിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ രാത്രിയിലത്തെ ഫുഡ് എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ചപ്പാത്തി ഇച്ചിരി ഉള്ളി റോസ്റ്റ് ചെയ്തും കൂടെ കൊടുത്തു വിടാം എന്ന് വിചാരിച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞ് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി ഇല്ല, ഞാൻ തക്കാളിയൊക്കെ മേടിച്ച് സവാളയും വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പം ചപ്പാത്തി എങ്ങാനും വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനേ പറ്റും. എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വരാൻ മോനിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 കിലോ പേരയ്ക്ക മേടിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ടിങ്ങി പോരുന്നു. ഞാനൊന്ന് കുളിച്ച് ജപിച്ചൊക്കെ വരട്ടെ. എനിക്ക് ഇച്ചിരി കടുപ്പത്തിലൊരു കാപ്പി കുടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. മുപ്പത്തൊന്നുണ്ടോ? ആ ഉണ്ട്. ജൂലൈ 31 വ്യാഴം 30, വെള്ളി 31. ഇന്ന് പോയി സദ്യ അവിടെ ഇരിക്കുകയാണ്. ഈ സെപ്റ്റംബർ തൊട്ട് തുടങ്ങാമെന്ന് ഇരിക്കുക. സെപ്റ്റംബറിൽ ആദ്യം 8 നോയമ്പ് നോക്കണമെന്നുണ്ട്.
മുത്ത് അങ്ങ് ചെന്നു. അത് കഴിഞ്ഞ് ട്രെയിൻ കയറി കഴിഞ്ഞിട്ടാണ് ഞാനും അമ്മയും കുളിക്കാൻ കയറിയത്. മോനിക്കുട്ടൻ നേരത്തെ കുളിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ട്രെയിൻ ലേറ്റായിരുന്നു. 7 മണിക്കെന്നുള്ളത് 7:30 അങ്ങോട്ട് ട്രെയിൻ വന്ന് കയറി. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. രാത്രി കിടക്കാൻ നേരത്താണ് മോനിക്കുട്ടന് വിഷമം വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് എല്ലാവരും കമൻ്റ് ഇട്ടു, മുത്ത് കുറച്ചുകൂടി അവനോട് അടുപ്പം കാണിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ പേര് കമൻ്റ് ഇട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, അത്രയും ഞങ്ങളോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ്, അടുപ്പം ഉള്ളത് കൊണ്ടാണ് നിങ്ങളത് പറഞ്ഞതെന്നുള്ളത് എനിക്ക് 100% വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാനും എപ്പോഴും മുത്തിനോട് പറയാറുണ്ട്, നീ കുറച്ചുകൂടി അവനോടൊരു കുറച്ചുകൂടി അടുപ്പം കാണിക്കും മുത്തേ, നീ ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊന്നും ഞാൻ അവനെ വഴക്ക് പറയും. മുത്ത് വളർന്ന ഒരു സാഹചര്യത്തിലല്ല മോനിക്കുട്ടൻ വളർന്നത്. മുത്തൊരു 10 വയസ്സ് വരെ ഒരു ഒറ്റക്കുട്ടിയുടെ എല്ലാ കുസൃതിയും കുറുമ്പും എല്ലാം വീടിനകത്തായാലും പുറത്തായാലും ഒക്കെ അങ്ങനെ ജീവിച്ച ഒരു കുഞ്ഞാണ് മുത്ത്. എനിക്കും ആ ഒരു സമയത്ത് ഒരുപാട് ക്ഷമയുള്ള ആളൊന്നും ആയിരുന്നില്ല. ഞാൻ നല്ലപോലെ വഴക്ക് പറയുമായിരുന്നു, അടി കൊടുക്കുമായിരുന്നു. പഠിപ്പിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുമായിട്ട് എന്നും വഴക്കായിരുന്നു. സന്ധ്യ ആവുന്ന ഉടനെ ഞങ്ങൾ രണ്ടുപേരും രാത്രി യുദ്ധം എന്ന് വെച്ചാൽ മഹായുദ്ധമാണ്. ഞാൻ ഇവനെ വഴക്ക് പറയുകയോ അടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അമ്മ കയറി ഏക്കോ, അമ്മയുമായിട്ട് വഴക്ക്. ദിവസവും ഇതൊക്കെ തന്നെയായിരുന്നു ആ വീട്ടിലെ അന്തരീക്ഷം. കാരണം ഇവനാണ് നമ്മുടെ ലോകം. അപ്പൊ അവനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവ മാറ്റം അവനുണ്ട്. പിന്നെ ഞാൻ മോനിക്കുട്ടനെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ അവനെ മാനസികമായിട്ടൊന്ന് തയ്യാറാക്കി. നീ ഒറ്റയ്ക്കാണ്, നിനക്കൊരു കൂട്ട് വേണം, നിനക്കൊരു കൂടപ്പിറപ്പ് വേണം, ഒരു അനിയനോ അനിയത്തിയോ ഒക്കെ വേണം, അവരുമായിട്ട് നീ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഒരു പ്രഗ്നൻസി ടൈമൊക്കെ ഞാൻ ആസ്വദിച്ചതെന്ന് പറയും ഏറ്റവും കൂടുതൽ കുഞ്ഞിൻ്റെ അനക്കം. ഒരമ്മയെ സംബന്ധിച്ച് എത്ര വലിയ സന്തോഷമാണ് വയറ്റിൽ കിടന്ന് കുഞ്ഞനങ്ങുക എന്നുള്ളത്. ഞാനത് അറിഞ്ഞത് ശരിക്കും മോനിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയപ്പോഴാണ്. മുത്തിനെ ആ ഒരു സമയത്തെന്ന് വെച്ചാൽ അവന് ഈ ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് അവന് അനക്കക്കുറവുണ്ട്. അതുകൊണ്ടാണ് അന്ന് സിസേറിയൻ ചെയ്തത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് അത്ര കണ്ടൊന്നും അന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മോനിക്കുട്ടനെ ആയ സമയത്ത് ഞാനിങ്ങനെ മുത്തിനോട് ഞാൻ പറയും, ഇങ്ങോട്ട് വന്നേ കുഞ്ഞോവ അനങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പം അനിയത്തിക്കുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അനിയനാണെന്ന് പറഞ്ഞപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ അവന് കുറച്ച് ദിവസങ്ങൾ എടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ അവന് മോനിക്കുട്ടനോട് ഒരു ദേഷ്യമോ വഴക്കോ ഒന്നും, സാധാരണ മൂത്ത കുട്ടികൾ ഒരു ഇതൊക്കെ കാണിക്കുക അങ്ങനെ ഒന്നും എൻ്റെ മോനിക്കുട്ടനോട് മുത്ത് കാണിച്ചിട്ടേ ഇല്ല. നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഹെൽപ്പിനൊന്നും ആരുമില്ല. അവർക്ക് ഓരോ സാഹചര്യങ്ങളുകൊണ്ട് നമ്മളെല്ലാവരിൽ നിന്നും മാറി നിന്ന് ജീവിച്ച ഒരു സമയമാണ്. അപ്പം എൻ്റെ മോനിക്കുട്ടൻ്റെയൊക്കെ ഡ്രസ്സ് വരെ എൻ്റെ മുത്ത് കഴുകി തന്നിട്ടുണ്ട്. എനിക്ക് കഴുകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അന്നൊക്കെ ആ ഒരു 3 മാസം നമുക്ക് റെസ്റ്റ് ആണല്ലോ. അപ്പോൾ ആരും ഇല്ലാത്തപ്പോഴൊക്കെ മോനിക്കുട്ടൻ്റെ മുള്ളുന്ന തുണി, അപ്പിയിടുന്ന തുണിയൊക്കെ എൻ്റെ മുത്ത് കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഒരു 9 മാസം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയി. പിന്നെ ഇങ്ങോട്ട് അവൻ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കിയത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവൻ അങ്ങനെ സ്നേഹപ്രകടനങ്ങളൊന്നും നടത്തുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ പിന്നെ അവൻ കുറച്ച് വലുതായതുകൊണ്ട് എന്നോട് എപ്പോഴും പറയാം, അമ്മ എന്താ പറയുന്നത്, എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത പോലെ മോനുകുട്ടനെ ആക്കരുത്, അവൻ കുറച്ചുകൂടെ ഇതാവണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹമില്ലെന്നോ അങ്ങനെയുള്ള തർക്കങ്ങളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ വലിയ വലിയ വഴക്കുകൾ ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ദൂരം വഴക്കിടുമായിരുന്നു, അറിയ പിണങ്ങുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൊടുക്കുമായിരുന്നു, ഇടിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷെ ഇവർ തമ്മിൽ അങ്ങനെ പോലും അധികമൊന്നും, അവൻ ദേഷ്യം വന്ന വഴക്ക് പറയും, പക്ഷെ ഉപദ്രവിക്കുന്ന അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പ്രിയങ്ങൾ. അതുകൊണ്ട് എനിക്ക് അവനെ ആ കാര്യത്തിൽ ഇവനോട് മോനിക്കുട്ടനോട് സ്നേഹമില്ല എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് മുത്തിനെ ഒരുപാട് വഴക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നെക്കാളും എൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തത് മുത്ത് തന്നെയല്ലേ. അപ്പം അതുകൊണ്ടാണ് മനസ്സിൽ സ്നേഹമുണ്ട്, അത്ര കണ്ട് എക്സ്പ്രസ് ചെയ്യാനൊന്നും ഉള്ള ഒരു ക്യാരക്ടർ അല്ല മുത്തിൻ്റേത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു സ്നേഹത്തോടൊരു ചക്കരമ കൊടുത്താലും അവന് നാണമാണ്. ഇന്ന് ഞാൻ രാവിലെ ഇന്ന് മസാല ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മസാല ദോശയ്ക്കൊക്കെ വഴക്കിട്ടു. അതുകൊണ്ട് ഇന്ന് അവൻ പറഞ്ഞ രീതിയിൽ ബീട്രൂട്ട് മസാല ദോശ, ചുമന്നിരിക്കുന്ന മസാലയാകുമല്ലോ, അത് വേണമെന്നാണ് പറഞ്ഞത്. ഇന്ന് അത് വയർ നിറച്ച് കഴിക്കാനുള്ളത് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ അല്ലാത്ത 2 ദോശയും ചമ്മന്തിയായിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് പോയത്. അപ്പം എനിക്ക് വിശക്കും, കഴിക്കാം കേട്ടോ. മഴ പെയ്യുന്നു.
രാവിലെ എന്തോ വരുന്നു നല്ല ഓട്ടയാണ് പിന്നെ ഇപ്പുറത്ത് വന്നപ്പോ രാവിലെ എന്തോ വരുന്നു ദോശ ചമ്മന്തി ഇവർക്ക് മാത്രം ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മാറ്റി പിന്നെ ടുഡേ സ്പെഷ്യൽ മത്തയില തോരൻ. കണ്ടില്ല അവൻ കാണിച്ചില്ലേ ആ അത് ഫോട്ടോയായിരുന്നു. പിന്നെ മീൻ വറുത്തു. പിന്നെ ഇന്ന് നാരങ്ങ, ഇന്നലെ ഞാൻ പറഞ്ഞില്ല അമ്മ നാരങ്ങ അച്ചാറിടാൻ, അതാണിത് കേട്ടോ. ഇന്നിട്ടതേ ഉള്ളൂ. മോനുകുട്ടൻ എഴുതി കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ള നമ്പർ. അയ്യോ ഇത്രയും വെള്ളമായി ഇപ്പം. മോനുകുട്ടൻ നോട്ടൊക്കെ എഴുതി തീർത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചോറ് വിളമ്പി, മത്തയില തോരൻ വെച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ തീയൽ കഴിഞ്ഞപ്പോഴോ ഒരു വീഡിയോയിൽ നമ്മൾ തീയലും പച്ചടിയൊക്കെ 2-3 ദിവസമൊക്കെ വിളമ്പുന്നത് കണ്ടപ്പം ആരോ എന്നോട് ചോദിച്ചു ഇതൊക്കെ കേടാവത്തില്ലയോന്നേ. തീയൽ നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കേടാവത്തില്ല. പച്ചടിയാണെങ്കിലും അതുപോലെ അത്ര പെട്ടെന്നൊന്നും കേടാവുന്ന രീതിയിലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസമൊക്കെ അതൊക്കെ കൂട്ടും കേട്ടോ. അപ്പോൾ അതേ മീൻ വറുത്തതും ഇന്നിട്ട നാരങ്ങ അച്ചാറും, അതാണ് ഇന്നത്തെ നമ്മുടെ അത്താഴം. കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം, സന്തോഷം. നാളെ കാണാം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.